ഏവർക്കും നമസ്കാരം. മാനിഫെസ്റ്റേഷനെ കുറിച്ച് ഒരു സീരീസ് വീഡിയോസ് ആരംഭിക്കുകയാണ്. ഇത് ഒരുപാട് പേരുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു വീഡിയോ സീരീസ് ആരംഭിച്ചിട്ടുള്ളത്. ഈ സീരീസിൻ്റെ പ്രത്യേകത, ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ മാനിഫെസ്റ്റേഷൻ എന്ന സബ്ജക്റ്റിലോ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനിലോ കേട്ടിട്ടില്ലാത്ത, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളായിരിക്കും നിങ്ങളോട് ഭൂരിഭാഗവും ഞാൻ സംസാരിക്കുന്നത്. എല്ലാവർക്കും ദ മാഗ്നറ്റിക് സെൽഫ് വോയിസ് സീരീസിൻ്റെ 1ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ സീരീസ് ആരംഭിക്കുമ്പോൾ ഒരുപക്ഷെ ഈ വീഡിയോ കേൾക്കുന്ന ഭൂരിഭാഗം പേരും കേട്ടിട്ടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം തന്നെ സംസാരിക്കുന്നത്. മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ബിഗിൻ ചെയ്യുന്നത് മനസ്സിൽ നിന്നല്ല, അത് ആരംഭിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നാണ്. ഉറപ്പായിട്ടും ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കേൾക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളെ എക്സ്പാൻഡ് ചെയ്യാൻ ചിന്തകൾക്കാകും. അതുപോലെ നമ്മൾക്ക് അബൻഡൻസ് വേർഡ്സിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതിന് അബൻഡൻസിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ അബൻഡൻസിനെ പ്രതിനിധീകരിക്കുന്ന ധാരാളം വാക്കുകളിലൂടെ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസുകളിലൂടെ നമുക്കത് പറയാൻ പറ്റും. നമുക്ക് നമ്മളോട് പറയാൻ പറ്റും, മറ്റുള്ളവരോട് പറയാൻ പറ്റും, എഴുതാൻ പറ്റും, ഒക്കെ പറ്റും വേർഡ്സിലൂടെ, വാക്കുകളിലൂടെ. അതുപോലെ തന്നെ നമ്മുടെ വിഷൻ നമുക്ക് ഇമാജിനേഷനിലൂടെ കാണാൻ പറ്റും. നമ്മൾ പലതരത്തിലുള്ള ജീവിതം നയിക്കുന്നതായിട്ട് നമുക്ക് ഇമാജിനേഷനിലൂടെ, വിഷ്വലൈസേഷനിലൂടെ കാണാൻ പറ്റും. എന്നാൽ ഈ പറയുന്ന സത്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മുടെ നെർവസ് സിസ്റ്റം ഇപ്പോഴും കണക്റ്റ് ചെയ്തിരിക്കുന്നത് സ്ട്രെസ്സ് അല്ലെങ്കിൽ ഡേഞ്ചർ അല്ലെങ്കിൽ സേഫ്റ്റി അല്ലെങ്കിൽ നമ്മളെ ടേക്ക് കെയർ ചെയ്യുക, ഈ ഒരു പാറ്റേണിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി നമ്മൾ എന്താണോ ചോദിക്കുന്നത്, മനസ്സ് ചോദിക്കുന്നത് കൃത്യമായി കൊടുക്കുവാൻ അല്ലെങ്കിൽ കൃത്യമായി റിഫ്ലക്റ്റ് ചെയ്യുവാൻ ബോഡി തയ്യാറല്ല. ബോഡി അവിടെ ബ്ലോക്ക് ചെയ്യും. എന്തുകൊണ്ടെന്നാൽ ബോഡി ഒരിക്കലും ഹാപ്പിനെസ് സീക്ക് ചെയ്യുന്നില്ല. ബോഡി സീക്സ് ഒൺലി സേഫ്റ്റി. ശരീരത്തിന് വേണ്ടത് സേഫ്റ്റിയാണ്. അങ്ങനെയാണ് നമ്മൾ പാറ്റേൺഡ് ആയിരിക്കുന്നത്, നമ്മൾ ട്യൂൺഡ് ആയിരിക്കുന്നത്. വർഷങ്ങളായി അല്ലെങ്കിൽ നമുക്ക് പറയേണ്ടത് വർഷങ്ങളായി, 10,000 വർഷങ്ങളായി അല്ലെങ്കിൽ 50,000 വർഷങ്ങളായി മനുഷ്യൻ ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത് ഈ രീതിയിലാണ്. നമ്മുടെ നെർവസ് സിസ്റ്റം എപ്പോഴും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ആ പ്രൊട്ടക്ഷൻ, സേഫ്റ്റി എന്നതിലേക്ക് മാത്രം നമ്മളുടെ ബ്രെയിൻ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അതിന് ആ ഒരു നെർവസ് സിസ്റ്റത്തിൽ ആ ഒരു ഫോക്കസ് ഉള്ളത് കൊണ്ടാണ് ബോഡി എപ്പോഴും സേഫ്റ്റി നീഡ് ചെയ്യുന്നത്. ബോഡിക്ക് എപ്പോഴും വേണ്ടത് സേഫ്റ്റിയാണ്, ബോഡിക്ക് വേണ്ടത് ഹാപ്പിനെസ് അല്ല. ഇതെങ്ങനെ മനസ്സിലാക്കണമെന്ന് ഞാൻ പറയാം. നമുക്ക് ഒരുപാട് സ്നേഹം വേണം. ഒത്തിരി നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുപാട് സ്നേഹിക്കണം, അല്ലേ? പക്ഷേ ഒരിക്കൽ നമുക്ക് ആ സ്നേഹം നമ്മൾ ആഗ്രഹിക്കുന്ന അളവിലേക്ക് നമ്മൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്ന് കിട്ടിക്കഴിയുമ്പോൾ ഒരു ടെൻഡൻസി ഉണ്ടാവും, അവർ പുഷ് അവേ ക്ലോസ്നെസ്, അതായത് നമ്മളിൽ നിന്ന് അകറ്റി മാറ്റാൻ. അല്ലെങ്കിൽ കൂടുതൽ സ്നേഹം തരുന്നവരോട് ആ സ്നേഹം അതേപടി സ്വീകരിക്കുവാൻ പലരും തയ്യാറല്ല. കാരണം ഇതാണ് നമ്മുടെ മൈൻഡിൽ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് സക്സസ് വിഷ്വലൈസ് ചെയ്യും, പക്ഷേ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ ഫ്രീസായി പോകും. കാരണം ബോഡി സീക്സ് സേഫ്റ്റി ഉള്ളി, ബോഡി ഡസൻ സീക്ക് ഹാപ്പിനെസ്. അതുപോലെ തന്നെ നമ്മളുടെ ഡിസയർ എല്ലാം, ആഗ്രഹങ്ങൾ റിയലാണ്, പക്ഷേ മനസ്സിനത് ബ്ലോക്ക് ചെയ്യും. ദ ബ്ലോക്ക് ഈസ് ഫിസിയോളജിക്കൽ. മൈൻഡിനല്ല, ആക്ച്വലി മെൻ്റൽ ബ്ലോക്ക് അല്ല, അത് ഫിസിയോളജിക്കൽ ബ്ലോക്കാണ്. സോ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ മണിയുമായിട്ട് ചിന്തിക്കുമ്പോൾ, അബൻഡൻസുമായിട്ട് ചിന്തിക്കുമ്പോൾ ഒക്കെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, മോർ ഈസ് അൺസേഫ്, അറ്റൻഷൻ ഈസ് അൺസേഫ്,
അല്ലേ? സീയിങ് ഈസ് അൺസേഫ്. മറ്റുള്ളൊരു വിസിബിലിറ്റി അത് അത്ര സേഫ് അല്ല. റിസീവിങ് ഈസ് അൺസേഫ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്, നമ്മുടെ നെർവ് സിസ്റ്റം പഠിച്ചു വച്ചിരിക്കുന്നതാണ്. സോ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മളെ യൂണിവേഴ്സിനോട് ഫോഴ്സ് ചെലുത്തലല്ല, അത് നമ്മളെ ബോഡിയെ തന്നെ ടീച്ചിങ് കൊടുക്കലാണ് മാനിഫെസ്റ്റേഷൻ. റിയലി മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളുടെ ബോഡിക്ക് ഫീൽ ചെയ്യണം, ഇറ്റ് ഈസ് സേഫ് നൗ, ഇറ്റ് ഈസ് സേഫ് ടു ഹാവ് മോർ. കൂടുതൽ ഉണ്ടാകുന്നത് നല്ലതാണ്, അത് സേഫ് ആണെന്ന് ബോഡി അറിയണം. ഇറ്റ് ഈസ് സേഫ് ടു ബി സീൻ. മറ്റുള്ളവരെന്നെ കണ്ടാൽ വിസിബിലിറ്റി ഉണ്ടാകുന്നത് നല്ലതാണെന്ന് ബോഡിക്ക് തോന്നണം. ആ ഒരു ഷിഫ്റ്റാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ ചേസ് ചെയ്യേണ്ടതല്ല, നമ്മൾ നമ്മുടെ ബോഡിയെ റിലാക്സ് ചെയ്യുന്നതിലൂടെ ബോഡിയിൽ അത് ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യുക. സോ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജസ്റ്റ് ബി വിത്ത് യുവർ സെൽഫ്, നോ യുവർ ബോഡി. നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ ഹോം ഫ്രീക്വൻസി. ദിസ് ഈസ് ദ പ്ലേസ് മാനിഫെസ്റ്റേഷൻ ബിഗിൻസ്. Not in effort, not in force, not in struggle, but here in presence, in safety. ബോഡിയിലാണ് ദാറ്റ് ഈസ് ലേണിംഗ് ടു ട്രസ്റ്റ് ലൈഫ് അഗെയിൻ. അത് ബോഡിയിൽ വരണം. അപ്പം ഇന്ന് തൊട്ട് മാനിഫെസ്റ്റേഷന് ട്രൈ ചെയ്യുന്നതിന് പകരം സിംപ്ലി വിസ്പർ ടു യുവർ സെൽഫ്, ഐ ആം സേഫ് ടു റിസീവ്. റിപ്പീറ്റ് സോഫ്റ്റ്ലി, ഐ ആം സേഫ് ടു റിസീവ്, ഐ ആം സേഫ് ടു റിസീവ് ആൻഡ് ഐ ആം സേഫ് ടു റിസീവ്. അത് ബോഡിക്ക് തോന്നണം, അത് ഞാൻ റിസീവ് ചെയ്യാൻ തയ്യാറാണ്, അത് സേഫാണ് എന്ന് നമ്മുടെ ഫിസിയോളജി അത് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ, ലേൺ ചെയ്ത് കഴിഞ്ഞാൽ, ദ മൊമെൻറ്റ് വി ക്യാൻ ഈസിലി സ്റ്റാർട്ട് മാനിഫെസ്റ്റേഷൻ, വർക്ക് മാനിഫെസ്റ്റേഷൻ. ദെൻ ദിസ് ഈസ് ദ പാത്ത് ഫോർ ദ മാഗ്നറ്റിക് സെൽഫ്. സോ when you shift your inner stage, the outer world rearrange to match it. So work on yourself, be safe and connect with your body physiology so that you can manifest anything you want to manifest. This is the end of the Magnetic Self Voice series episode 1. Thank you so much. We'll see you in next episode.